ഹലോ. അപ്പം നമ്മുടെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റും അതിനകത്ത് വരുന്നത് നമ്മൾ നോക്കി. ദെൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നോക്കി കഴിഞ്ഞ വീഡിയോയിൽ. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് അകത്ത് വരുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. എന്താണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതെന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ detailed estimate and is prepared when additional works are required to supplement the original work or when further development is required during the progress of work. ഓക്കെ, അതായത് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒറിജിനൽ വർക്കിനെ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് അഡീഷണൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്തുണ്ടാകുന്നത്? സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഉണ്ടാകുന്നത്. ദിസ് ഈസ് എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രഷ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് ഓഫ് ദ അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ദ ഒറിജിനൽ എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ എസ്റ്റിമേറ്റിൻ്റെ കൂടാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഇത് എപ്പോഴാണ്? നമ്മുടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ് ഓഫ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ സമയത്ത് നമുക്ക് കുറച്ച് സപ്ലിമെൻ്റ് വർക്ക് കയറി വന്നു. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. ദെൻ അടുത്ത് വരുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാലും ഇത് എന്ത് തന്നെയാണ്? ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ആൻഡ് ഇത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിന് 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതൊന്നെന്ന് പറയുന്നത് when the original sanctioned estimate is exceeded or likely to exceed by more than 5%. അതായത് നമ്മൾ ഓൾറെഡി ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒന്നുകിൽ 5% എക്സീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഭാവിയിൽ എക്സീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയാലോ നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുക്കാം. അതൊരു കണ്ടീഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ when the expenditure on a work exceeds or likely to exceed the amount of administrative sanction by more than 10%. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ നമുക്ക് പറഞ്ഞ ആ ഒരു എമൗണ്ടിനേക്കാളും 10% കൂടുതൽ എന്ത് ചെയ്യുന്നു? ആ ഒരു എമൗണ്ട് എക്സീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഭാവിയിൽ എക്സീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ്ഡ് എസ്റ്റിമേറ്റിലോട്ട് പോകാം. പിന്നെ ഒന്നെന്ന് പറയുന്നത് when there are material deviation from the original proposal even though the cost may be met from the sanctioned amount. നമുക്ക് സാങ്ഷൻഡ് എമൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് എടുക്കാം. പക്ഷേ അവിടെ എന്തുണ്ട്? മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ട്. മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തെടുക്കണം? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്തിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുക്കാം. അടുത്ത് വരുന്നത് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ when a work is partially abandoned. ഞാനിപ്പോൾ ഒരു വർക്ക് എടുത്തു, അതിന് ഞാൻ എന്ത് പാർഷ്യലി അതിനെ അബൻഡൻ ചെയ്തിട്ട് ഞാൻ പോവുകയാണ്, ഇട്ടെറിഞ്ഞ് പോവുകയാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 95% താഴെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈനിൽ ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റിൽ സബ്സ്റ്റാൻഷ്യൽ സേവിങ്സ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ദ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ത് ചെയ്യും? നമ്മൾ റിവൈസ് ചെയ്യണം ബൈ ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ആൻഡ് ഫ്രഷ് ടെക്നിക്കൽ സാങ്ഷൻ ഓഫ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഈസ് ഓപ്റ്റഡ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഫ്രഷ് ടെക്നിക്കൽ സാങ്ഷൻ വേണം. അതാണ് എന്തെന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഒറിജിനൽ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 95% താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തിരിക്കണം. ദെൻ അടുത്ത് വരുന്നത് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. ഇതെന്തിനാണ്? ആ പേര് തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണ്? ആനുവലി അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണം. എന്തിനാണ്? അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിൽ ആയിരിക്കാൻ വേണ്ടി, സേഫ് കണ്ടീഷനിലൊക്കെ ആയിരിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ടെക്നിക്കൽ ടേംസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.